ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, നിങ്ങളെല്ലാവരും തമ്മിൽ കണ്ട പോലെ തന്നെ ഇന്ന് നമ്മൾ ഫ്രൈഡ് ചിക്കൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഫ്രൈഡ് ചിക്കൻ വീട്ടിൽ ഹോം മെയ്ഡായിട്ട് തന്നെ ഉണ്ടാക്കുന്നത്. എങ്ങനെയായിരിക്കും വീട്ടിലുണ്ടാക്കിയ ഫ്രൈഡ് ചിക്കൻ്റെ ടേസ്റ്റ് എന്ന് പറയാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കൂടുതൽ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ചിക്കൻ ഒന്ന് കട്ട് ചെയ്തിട്ട് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു ബൗളിലേക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിനകത്തേക്ക് ലെമൺ ഒന്ന് സ്ക്യൂസ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ ഒരു ലെമണാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് നല്ല രീതിക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ്റെ ഓരോ പീസും എടുത്തിട്ട് നേരെ നമ്മുടെ ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇങ്ങനെ മുങ്ങി കിടക്കുന്ന രീതിയിൽ വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിത് 30 മിനിറ്റ്സത്തേക്ക് റെസ്റ്റിനായിട്ട് മാറ്റി വെക്കണം. അലൂസിന് ചിക്ക വേണോ? എന്തോ വേണം അലൂസിന്? ചിക്ക വേണോ? അലൂസ് ഹായ് പറഞ്ഞേ. അലൂസ് ഹായ് പറഞ്ഞേ. ഹായ് പറയൂ. ചിക്കൻ നമ്മൾ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചില്ലേ, ആ ഒരു ടൈം കൊണ്ട് നമുക്കിത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൂടിയാണ് നമ്മളിതുപോലെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുള്ളത്. അലൂസ് ഇങ്ങോട്ട് നോക്കി. അലൂസ് ചിക്കൻ കഴിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോം മെയ്ഡായിട്ട് മയോണീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എപ്പോഴും നമ്മൾ ഹോം മെയ്ഡായിട്ട് തന്നെയാണ് കേട്ടോ വീട്ടിൽ തന്നെ മയോണീസ് ഉണ്ടാക്കുന്നത്. സോ ഇപ്രാവശ്യം നമ്മൾ ഹോം മെയ്ഡായിട്ട് തന്നെ വീട്ടിൽ മയോണീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഫ്രൈഡ് ചിക്കൻ്റെ കൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടം സോസും മയോണീസും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാനാണ് കേട്ടോ. സോ അതുകൊണ്ട് നമുക്ക് മയോണീസൊക്കെ ഉണ്ടാക്കാം. ചിക്കൻ മാഗ്നേറ്റ് ആവുന്ന ടൈം കൊണ്ട് നമുക്കിത് റംബൂട്ടാനൊക്കെ കഴിച്ചിരിക്കാം. ഗൈസ്, ഇപ്പോൾ റംബൂട്ടാൻ്റെ സീസൺ ആണെന്നാണ് തോന്നുന്നത്. എവിടെ നോക്കിയാലും റംബൂട്ടാനാണ് കേട്ടോ. ഇത് വരിക്കയാണ്, ഭയങ്കര ടേസ്റ്റ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടിൽ ഒന്നാണ് ഈ റംബൂട്ടാൻ എന്ന് പറയുന്നത്. കിട്ടുന്ന സാധനം. ഫസ്റ്റ് തന്നെ നമുക്ക് മിക്സി ജാറിലേക്ക് ലെമൺ സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചതും ഗാർലിക്കും ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി എന്താ അമ്മ ചെയ്യണ്ടേ? യെല്ലോ ചേർക്കാത്ത എന്താ? 2 എഗ് ആണല്ലേ നമുക്ക് ചിക്കനകത്ത് ചേർക്കാം. അമ്മ അതെ, 2 എഗ്ഗും ഇതുപോലെ എടുത്തിട്ട് എഗ് വൈറ്റും ഒക്കെ ഇതാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കുറച്ചായിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി കുറേശ്ശെ സൺഫ്ലവർ ഓയിൽ കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് കറക്റ്റ്. ഇത് എത്ര ട്രിപ്പായിട്ടമ്മ ഇങ്ങനെ സൺഫ്ലവർ ഓയിൽ ഒഴിക്കേണ്ടത്? കട്ടിയാവുന്നത് വരെ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഗൈസ്, നമ്മുടെ അടിപൊളി ഹോം മെയ്ഡ് മയോണൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല ലുക്ക് ഉണ്ടല്ലേ അമ്മ? നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, നീണ്ട നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ചിക്കൻ ദേ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്കിത് ജസ്റ്റ് ഒന്നൊന്ന് നോക്കാം കേട്ടോ. ചിക്കൻ ഭയങ്കര സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ അതേ നല്ല രീതിക്ക് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് അമ്മ അതേ മയോണീസൊക്കെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാണ്. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പാലിൽ കുളിച്ച് കിടക്കുന്ന നമ്മുടെ ഈ ചിക്കൻ പീസ് ഓരോന്നും ദേ ഒരു പ്ലേറ്റിലേക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. നമ്മൾ കൂടുതലും ലെഗ് പീസല്ലേ അമ്മ എടുത്തിട്ടുള്ളത്. അങ്ങനെ ദേ നമ്മൾ ചിക്കൻ മൊത്തം ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് എഗ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ മയോണൈസ് ഉണ്ടാക്കാൻ നേരത്തെ എഗ്ഗിൻ്റെ ആ ഒരു യെല്ലോ കളർ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഉപ്പും, ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് മുളക് പൊടി ആഡ് ചെയ്യാം, ആവശ്യത്തിന് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനനുസരിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് മൈദപ്പൊടി ആഡ് ചെയ്തിട്ട് ഇനി നമുക്കിത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് 30 മിനിറ്റ്സത്തേക്കൊന്ന് റെസ്റ്റിന് വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ചിക്കൻ ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ റെഡി ആക്കുന്നത്. ഇനി നമുക്ക് ഈ മൈദയിലേക്ക് ആവശ്യത്തിന് നമുക്ക് കുറച്ച് ഓട്സ് ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഓട്സിൻ്റെ കൂടെ ക്രഞ്ചിനെസ് ഒക്കെ നല്ല കിടലും ടേസ്റ്റ് ആയിരിക്കും, നല്ല ക്രിസ്പി ഭയങ്കര ക്രഞ്ചി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഇതിനകത്തേക്ക് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ നമ്മൾ 30 മിനിറ്റത്തേക്കൊന്ന് മാഗ്നേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചതുപോലെ തന്നെ നമുക്കത് ഇതും ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആണ്, എങ്ങനെയാണ് നമ്മുടെ ഫ്രൈഡ് ചിക്കൻ വരുമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് ഗൈസ്. എന്തായാലും ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് നമ്മുടെ ഫ്രൈഡ് ചിക്കൻ്റെ എന്നുള്ളത്. നമ്മൾ വീട്ടിൽ ഷവർമ്മ വരെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി ഷവർമ്മ ഉണ്ടാക്കുമ്പോൾ വീഡിയോ ചെയ്യും. അപ്പോൾ ഗൈസ് 30 മിനിറ്റ്സ് കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ നല്ല രീതിക്ക് ഇവിടെ മാഗ്നേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് അതിനകത്തേക്ക് ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമുക്കിനി ഇതിനകത്തേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി നമ്മുടെ ചിക്കൻ്റെ പീസ് ഇതുപോലെ എടുത്തിട്ട് ഈ നമ്മുടെ മൈദയുടെ ഈ ഒരു മിക്സിലേക്ക് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്യും. ഇനി നമ്മളിത് പച്ചവെള്ളത്തിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കുക. എന്നിട്ട് നേരെ ഇതിനകത്ത് പിന്നെയും കൊണ്ടുവന്ന് അങ്ങോട്ട് ഇടാം. ഇനി നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ഈ സ്റ്റെപ്പ് തന്നെ അങ്ങനെ ചെയ്യണം. ഇനി നമുക്ക് ഈ സ്റ്റെപ്പ് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ഫ്രൈഡ് ചിക്കൻ അവിടെ കിടന്ന് നന്നായിട്ട് ഇങ്ങനെ മുരിയാണ്. ഇനി ഒരു വെയിറ്റിംഗ് ആണ് ഗൈസ്. അപ്പം നമുക്കിനി ബാക്കിയുള്ള ഫ്രൈഡ് ചിക്കനൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഫ്രൈഡ് ചിക്കൻ സെറ്റായി. അപ്പോൾ ഗൈസ് ബാക്കിയുള്ളത് കൂടി നമ്മൾ ഇടാണ് കേട്ടോ. എങ്ങനെയുണ്ട്? അതേ ടേസ്റ്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും പക്ഷെ ഭയങ്കര അടിപൊളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കടയിൽ കിട്ടുന്ന അത്രയും ടേസ്റ്റ് ഒന്നും വന്നില്ലെങ്കിലും ഇറ്റ്സ് ഫിംഗർ ലിക്കിങ് ഗുഡ് എന്ന് പറയുന്ന പോലെ അടിപൊളി സാധനം കേട്ടോ. ഹോംമെയ്ഡായിട്ട് എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും അടുത്ത അടിപൊളി കുക്കിംഗ് വീഡിയോസ് ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എന്തായാലും ടാറ്റ ബൈ ബൈ, സീ യു.